students, സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിച്ചു. പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതുപോലെ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഇവയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാസ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്ട്രക്ചർ. നമ്മൾ മുന്നേ C++ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വിശാലമായി പഠിച്ചതാണ്. അതേ ഫങ്ഷൻ തന്നെയാണ് ഇവിടെയും ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ C++ൻ്റെ ഭാഗത്തുള്ള വീഡിയോ കാണുക. ഡൗട്ടുള്ളതൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഈ രണ്ട് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സുകൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. C++ൽ നമ്മൾ പഠിച്ച അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പഠിക്കാറുള്ളത്. C++ൽ നമ്മൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പഠിക്കാം അല്ലെ, ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആർ എക്സാക്ട്ലി സിമിലർ ടു ദസ് ഇൻ C++നോട് തുല്യമാണ് എന്ത് ജാവാസ്ക്രിപ്റ്റിലുള്ള ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ്? അരിതമെറ്റിക് ഓപ്പറേറ്റർ, 2 അസൈൻമെന്റ് ഓപ്പറേറ്റർ, 3 റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതിൽ ഒരു സെപ്പറേറ്റ് വരുന്നത് സ്ട്രിംഗ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, 2 സ്ട്രിങ്ങുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള ഓപ്പറേറ്റർ. ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റർ. ഓരോന്നും പറയുന്നത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഈ പറയുന്നത്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡ്, പ്ലസ് പ്ലസ് മൈനസ് അല്ലെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡ് അല്ലെ, ഡിവിഷൻ, റിമൈൻഡർ, അതുപോലെ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. വിശദമായി നമ്മൾ C++ പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള എക്സാമ്പിളുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതുപോലെ ആഡ് ആൻഡ് അസൈൻമെന്റ്, മിനിമംസ് അതായത് അഡീഷൻ അസൈൻമെന്റ്, അതുപോലെ മൈനസ് ആൻഡ് അസൈൻമെന്റ്, മൾട്ടിപ്പിൾ ആൻഡ് അസൈൻമെന്റ്, ഡിവൈഡ് ആൻഡ് അസൈൻമെന്റ്, മോഡ് ആൻഡ് അസൈൻമെന്റ്. ഇതിനൊക്കെ എക്സാമ്പിൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. C++ൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയോ ഒന്ന് ഓർത്ത് വെക്കാം. ഇതാണ് അരിതമെറ്റിക്, ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, ഓപ്പറേറ്റേഴ്സുകളാണ്. ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ഈ പറയുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്ററുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, പ്ലസ്, മൈനസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്പിൾ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്ററുകൾ അസൈൻമെന്റ്, ആഡ് ആൻഡ് അസൈൻമെന്റ്, മൈനസ് ആൻഡ് അസൈൻമെന്റ്, മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെന്റ്, ഡിവൈഡ് ആൻഡ് അസൈൻമെന്റ്, മോഡ് ആൻഡ് അസൈൻമെന്റ്. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ആൻഡ് ഓർ നോട്ട്. ഓക്കെ, 3 ഓപ്പറേറ്റർ നമ്മൾ C++ൽ പഠിച്ചതാണ്. അരിതമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റർ ആണ്, ജാവാസ്ക്രിപ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. അതായത് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ടു ജോയിൻ ദി സ്ട്രിംഗ്. 2 സ്ട്രിങ്ങുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററിൽ പ്ലസ് പറഞ്ഞാൽ 2 സംഖ്യകൾ കൂട്ടാനാണ്. 1 + 2, 1 + 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 3 എന്നുള്ളത്. 2 സ്ട്രിങ്ങുകളെ 2 വേർഡുകളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കാനാണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. 2 വേർഡുകളെ നോക്കൂ, ഇത് ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. var x or y, x y, x equal to a good beginning, y make a good ending. x എന്താണ്? എ ഗുഡ് ബിഗിനിങ് ആണ്. y ആണ് മേക്ക് എ ഗുഡ് എൻഡിങ് ആണ്. z equal to x plus y. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? എ ഗുഡ് ബിഗിനിങ് മേക്ക് എ ഗുഡ് എൻഡിങ്. കണ്ടോ? എ ഗുഡ് ബിഗിനിങ് പ്ലസ് എക്സും വൈയും കൂട്ടാം,
make a good ending. Okay. അപ്പോൾ അതിന്റെ രണ്ട് സ്ട്രിങ്ങുകളെ ഒന്നാമത്തെ സ്ട്രിങ് x ആയ a good beginning ആ സ്ട്രിങ്ങിനെയും y ആയ make a good ending ഈ രണ്ട് സ്ട്രിങ്ങുകളും കൂട്ടിയിട്ട് a good beginning make to good ending. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. x welcome, y to അങ്ങനെയാണെങ്കിൽ z x plus എന്നായിരിക്കും welcome to. രണ്ട് സ്ട്രിങ്ങുകൾ എന്ത് ചെയ്തു ഇവിടെ കൂട്ടി. അപ്പോൾ സച്ചിൻ x equal to സച്ചിൻ, y equal to ടെണ്ടുൽക്കർ. അപ്പോൾ x plus y സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി നോക്കാം x equal to 1 2 3 ഡബിൾ ഇൻവേർട്ട് കോമയിൽ 1 2 3 ആ സ്ട്രിംഗ് ആണ്. അല്ലെങ്കിൽ 1 2 3 ഇനി പ്ലസ് y equal to 1 y equal to 1 അങ്ങനെ ആവുമ്പോൾ x plus y എത്ര വരാം 1 2 3 plus 1 എന്നാൽ 1 2 3 123 plus 1 124 എന്നല്ല അർത്ഥം. 1 2 3 1 എന്നാണ് കിട്ടുക. നമ്മൾ ഡബിൾ ഇൻവേർട്ട് കോമയിൽ കൊടുക്കണം. ഓക്കെ, ഇതാണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. ഇത്രയും ഓപ്പറേറ്ററുകളാണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അരിതമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. ഇത് C++ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അതൊന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്? C++ പറഞ്ഞതുപോലെയാണ് എന്ത് ജാവാസ്ക്രിപ്റ്റിലും കൺട്രോൾ സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നത്. ഈഫ് നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. ഡിസിഷൻ മേക്കിലാണ് ഈഫ്, ഈഫ് എൽസ്, സ്വിച്ച്. പിന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റാണ് ഈ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. ഇതൊന്നും എല്ലാവരും എന്തും ഇല്ല ജാവാസ്ക്രിപ്റ്റിലുമില്ല. ജാവാസ്ക്രിപ്റ്റിലുള്ള കൺട്രോൾ സ്ട്രക്ചർ ഒന്ന് ഈഫാണ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് കൺട്രോൾ സ്ട്രക്ചർ ഇൻ എവരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എല്ലാ അധിക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചർ ആണ് ഈഫ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. കണ്ടീഷൻ പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളോ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈഫ് ഉപയോഗിക്കുന്നത്. നമ്മൾ C++ പറഞ്ഞ അതേപോലെ അവിടെ നമ്മൾ സി ഔട്ടും സീനൊക്കെ ഉപയോഗിച്ചതിന് പകരം ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നൊക്കെയാണ് സി ഔട്ടിനും സീനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതാണ് അതിന്റെ സിന്റാക്സ് ആണ് കൊടുത്തുള്ളത്. സിമ്പിൾ ലീഫിന് ടെക്സ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഒരു ഗ്രൂപ്പ് ഒക്കെ വേണമെങ്കിൽ ഈഫ് എൽസ് വരുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കൂ. ഇവിടെ ക്രിയേറ്റ് എ വെബ് പേജ്, ചെക്ക് വെദർ എ സ്റ്റുഡന്റ് ആസ് പാസ്ഡ് ഓർ നോട്ട്, HTML ഹെഡ്, അത് സ്ക്രിപ്റ്റ് ലാംഗ്വേജിലെ വാർ സ്കോർ ഈക്വൽ ടു 35. ഇവിടെ നമ്മൾ ഈ സ്കോർ 30 ആണെങ്കിൽ എന്ത് വേണം? സ്റ്റുഡന്റ് ഈസ് ഫെയിൽ അല്ലെ, 30ന്റെ താഴെയാണെങ്കിൽ. ഇനിയോ അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? ദി സ്റ്റുഡന്റ് ഈസ്. ഇവിടെ എന്താണ് ഈ ഡോക്യുമെന്റ് ഈ സി ഔട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നാണ് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റിന്റെയും സ്ലാഷ് സ്ക്രിപ്റ്റിന്റെയും ഇടയിലാണ് എഴുതേണ്ടത്. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റുഡന്റ് ഈസ് പാസ്ഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് കിട്ടും. ഓക്കെ, മറ്റൊന്നാണ് സ്വിച്ച്. മറ്റൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച്. ഇത് മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് ഇസ് എ മൾട്ടി ബ്രാഞ്ചിങ് ആണ്. യൂസിംഗ് ദി സെറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി സെലക്ടഡ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓർ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷന്റെ വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നിനെ സെലക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക. സിന്റാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ C++ പറഞ്ഞ അതേ തന്നെയാണ്. സ്വിച്ച്, എക്സ്പ്രഷൻ, ഓപ്പൺ ബേസിസ്, കേസ് വാല്യൂ, സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക്, കേസ് വാല്യൂ 2 സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കേസ് വാല്യൂ 3 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, അങ്ങനെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ചിന്റെ അതേ തന്നെയാണ്. എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കേസ് 1 ഇവിടെ നമ്മൾ സി ഔട്ട് എന്നാണ് C++ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ആകുമ്പോൾ ഒരു വേർഡിന് ടെക്സ്റ്റിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആണ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് എഴുതി അല്ലേ, അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി മറ്റൊരു കൺസെപ്റ്റ് ആണ് ഫോർ ലൂപ്പ്. അപ്പോൾ ഈഫ്, സ്വിച്ച്, മറ്റാണ് ഫോർ ലൂപ്പ്. ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ്ലി, അതായത് ലൂപ്പിലി, അതായത് ഒന്നധികമോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ റൊട്ടേഷന് വേണ്ടിയിട്ടാണ്
എന്ത് ചെയ്യുന്നത് ഈ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് യൂസർ ലൂപ്പ് വാരിയബിൾ കൺട്രോൾ ദി നമ്പർ ഓഫ് ദി interactions, the syntax of the loop is നമ്മൾ സാധാരണ C++ പറഞ്ഞതുപോലെ ലൂപ്പ് കൺട്രോൾ വാരിയബിൾസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതിനാല് എലമെന്റ്സ് ഓഫ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അത് ഇവിടെയും വരും, ജാവാസ്ക്രിപ്റ്റിലും വരും. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് വരുന്നത് ഫോർ ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഓപ്പൺ ബ്രേസസ്, ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് വരുന്നത് ക്ലോസ് ബ്രേസസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് HTML ഹെഡ് ബോഡി. ബോഡിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് var I equal to 2 while I greater than equal to 10 ഡോക്യുമെന്റ് റേറ്റ് I നോക്കൂ. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ 1 2 3 2 4 6 8 9 എന്താണ് ചോദ്യം? ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേ ഈവൻ നമ്പേഴ്സ് അപ് ടു 10 10 വരെയുള്ള ഇരട്ട സംഖ്യകളെ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് ഈ നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. ഇനി മറ്റൊരു വൈൽ ലൂപ്പ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കൺട്രോൾ സ്ട്രക്ചർ ആണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഇസ് എ സിമ്പിൾ ലൂപ്പ് ദാറ്റ് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ. കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളെ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഫോർ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈൽ ലൂപ്പ്. ഇതിന് സിന്റാക്സ് മാറ്റേണ്ടത്. സിന്റാക്സ് ഈസ് വൈൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ഇനീഷ്യലൈസേഷൻ മുന്നിന്റെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ ഓപ്പൺ ബ്രേസസ്, അതുപോലെ ബോഡി ഓഫ് ദി ലൂപ്പ് അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ക്ലോസ് ബ്രേസസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ ഈവൻ നമ്പേഴ്സ് അപ് ടു 10 നമ്മൾ നേരത്തെ if വെച്ചാണ് ചെയ്തത്, അല്ലെങ്കിൽ ഫോർ വെച്ചാണ് ചെയ്തത്. ഇതോടെ വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള എക്സാമ്പിൾ ആണ്. സെയിം ആണ് നമ്മൾ C++ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. അതൊക്കെ നമ്മൾ if, സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈ 4 സ്ട്രക്ചറുകൾ മാത്രമേ എന്തുള്ളൂ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ C++ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സ്പീഡി ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ C++ ഈ ഭാഗം നമ്മൾ വീണ്ടും കണ്ടു നോക്കാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത് കണ്ടെത്തണം. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.